ഇതാ വീണ്ടും ഒരു ലോക്ക്ഡൗൺ വരാൻ പോകുന്നു. 2020 പോലെ ഒരു പാൻഡമിക് ലോക്ക്ഡൗൺ അല്ല, ഒരു ഫിനാൻഷ്യൽ ലോക്ക്ഡൗൺ. അതിനുള്ള സൂചനകൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ തന്നു കഴിഞ്ഞു. मैं कुछ स्कूलों से भी आग्रह करूंगा कि कुछ समय के लिए ഓൺലൈൻ ക്ലാസ്സേജ് की व्यवस्था पर काम करें. കൊറോണ കാലത്തുള്ള പോലെ വർക്ക് അറ്റ് ഹോമും ഓൺലൈൻ ക്ലാസ്സിനൊക്കെയുള്ള സാധ്യതകൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഗോൾഡ് വാങ്ങാൻ പാടില്ല, കെമിക്കൽ ഫെർട്ടിലൈസറുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ, വിദേശ യാത്രകൾ ഒഴിവാക്കണം, പെട്രോൾ ഡീസൽ കാറിനും ബൈക്കിനൊക്കെ പകരം പബ്ലിക് ട്രാൻസ്പോർട്ട്, മെട്രോ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ഉപയോഗിക്കാനാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് എങ്ങനെ പറയാൻ കാരണം, നമ്മുടെ ഫോറിൻ റിസർവ് ഡോളർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വരുന്നത് ഇറാനും US തമ്മിലുള്ള യുദ്ധം തന്നെയാണ് ഇതിൻ്റെയും പ്രശ്നത്തിന് കാരണം. ഈ സമയത്ത് എന്തുണ്ടായി, ഇമ്പോർട്ട് കൂടി, ഫോറിൻ റിസർവ് മണി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇൻഫ്ലേഷൻ കൂടും, ഓയിൽ ക്രൈസിസ്, LPG, പെട്രോൾ, ഡീസൽ ഇതൊന്നും കിട്ടാത്ത അവസ്ഥ വരും. രൂപേന്റെ മൂല്യം ഇടിഞ്ഞ് ഒരു വിലയില്ലാത്ത അവസ്ഥയിലെത്തും. ഒരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. രൂപേന്റെ മൂല്യം ഡോളറിന് ആനുപാതികമായിട്ട് 95 രൂപയും ക്രോസ് ചെയ്തു പോയി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വീഴാനും കാരണം ഇത് തന്നെയാണ്. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പുറത്തിറങ്ങാതിരിക്കാനും വീട്ടിൽ തന്നെ ഇരിക്കാനും ഒക്കെ പറയാനുള്ള സാധ്യതകളുണ്ട്.